ചോദിക്കുന്നു, നസീർ സാറാണോ മേനോന്റെ പടത്തിലെ ഹീറോ? ആണെന്നൊക്കെയാ പറയുന്നത്. പടം വരുമ്പോ അറിയാം. ട്രെയിനിൽ വെച്ച് ഒന്നിലെ രസങ്ങൾ നടന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അത് എന്താണ് രസം? അങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഏത് സിനിമയ്ക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ബാലചന്ദ്രൻ. വെരി ഗുഡ് വെരി ഗുഡ്. ഇതിനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? നന്നായി നന്നായി. ട്രെയിനിൽ സ്പെയിനിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നറേറ്റ് ചെയ്യാൻ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരുടെ ഒരു സ്വന്തക്കാരൻ. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഗ്രഹനാഥൻ, സ്പെയിനിലെ ആള്, എന്നോട് ചോദിച്ചു, യു ആർ എ ഫിലിം ആക്ടർ? ഞാൻ പറഞ്ഞു യെസ്. ഹൗ യു നോ? ഐ എം ഓൺലി ആക്ടിംഗ് ഇൻ മലയാളം ഫിലിംസ്. നോ, വി സീ മലയാളം ഫിലിംസ്. അപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർ കോവളത്താണ്. 6 മാസം സ്പെയിനിലും 6 മാസം കോവളത്തും എല്ലാ മലയാള സിനിമകളും കാണും. അപ്പൊ മേനൻ ഇന്ററാക്ട് ചെയ്ത് പറഞ്ഞു, അതെ മുകേഷ് അറിവുണ്ടാക്കുന്നുണ്ട്. ഞാൻ കോവളത്തിലും പല ആൾക്കാരും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ സിനിമകൾ കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ സന്തോഷമായി. അപ്പൊ അദ്ദേഹം സ്പെയിൻകാരനോട് ചോദിച്ചു, എന്താണ് സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു അമ്മയാണ് സത്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോമിസ് ഓൺ മൈ മദർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ സ്പെയിൻകാരൻ പറഞ്ഞു, ഇല്ല, ഇൻ മൈ മദേഴ്സ് ഹോണർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ കഥ കുറെ കൂടെ നല്ല ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആരാണ് കഥ, തിരക്കഥ, അങ്ങനെയൊക്കെ ആരാണ്? ഞാൻ പറഞ്ഞതെല്ലാം ഒരാൾ തന്നെയാണ്, ബാലചന്ദ്രൻ. വി ലവ് ഹിം, വി ലൈക്ക് ഹിം, വി സീ ഹിസ് ഫിലിംസ്. അപ്പൊ വീണ്ടും മേനൻ പറഞ്ഞു, എത്ര പേരാണെന്ന് അറിയോ, നമ്മുടെയൊക്കെ സിനിമ ഒരുപാട് പേര് കാണുന്നുണ്ട് മുകേഷ്. അപ്പം കഥ ഒരുമാതിരി സെറ്റായപ്പോ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം കുറെ ദിവസം കൊല്ലം, ഇതെന്റെ നേറ്റീവ് ടൗൺ കൂടെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബൈ ദ വേ, യു ആർ ദ ഹീറോ ഇൻ ദിസ് ഫിലിം? ഞാൻ പറഞ്ഞു യെസ്. ബാലചന്ദ്രൻ മേനോൻ ഈസ് ആക്ടിംഗ് ഇൻ ദിസ് ഫിലിം? ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഈസ് ഹാവിംഗ് എ സ്മോൾ റോൾ, ഐ തിങ്ക്. അപ്പം അവർ പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ബി വെരി കെയർഫുൾ, ഫൈനലി ഹി വിൽ ബി ദ ഹീറോ. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഞാനായിട്ടൊരു ഇന്റർവ്യൂ ആണ് വന്നത്. നസീർ സാറ് കാര്യം നിസ്സാരമാണോ പ്രശ്നം ഗുരുതരമാണോ എന്ന് അറിഞ്ഞൂടെ ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നു, നസീർ സാറാണോ മേനോന്റെ പടത്തിലെ ഹീറോ? ആണെന്നൊക്കെയാ പറയുന്നത്. പടം വരുമ്പോ അറിയാം. എന്റെ മനസ്സിലൊരു വലിയ കൊള്ളിയാൻ നീങ്ങി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കും, ഞാൻ അദ്ദേഹം സ്പെയിൻകാരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇതല്ല, കഥ എനിക്ക് മുഴുക്കറിയാം, ഞാൻ തന്നെയാണ് ഹീറോ. അപ്പം ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ചത് മേനനാണ്. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു അങ്കലാപ്പ് ഒരു സ്പെയിൻകാരുടെ തലയിൽ ഇട്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കിയല്ലേ? ഞാൻ പറഞ്ഞ സ്പെയിൻകാരെ നമ്മുടെ പടം കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ധൈര്യമായിട്ട് ഈ മുകേഷ് തന്നെയാണ് ഹീറോ. ഞാൻ പറഞ്ഞു, ഈ പടത്തിന്റെ പേരെന്താണ്? അമ്മയാണ് സത്യം. ആന്നേ